എക്സസൈസ് മീൻസ് വെയിറ്റ് ട്രെയിനിങ്. ഫാറ്റ് കഴിച്ചോ ഒരു പ്രോബ്ലം ഇല്ല. അതായത് പെർ സ്കൂപ്പിൽ ഇത്ര ഒരു നിങ്ങൾ 15 ഗ്രാം എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ അകത്ത് 6 ഗ്രാം പ്രോട്ടീൻ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവര് വേണമെങ്കിൽ ആ ഒരു 10 വർഷം അതിനെപ്പറ്റി റിസർച്ച് നടത്തിയിട്ട് ഉപയോഗിക്കുള്ളൂ. വേണ്ടെന്ന് പറയും. ആളുകൾ വിചാരിക്കും ജിമ്മിൽ പോവുക അല്ലെങ്കിൽ ഹെൽത്തി ഫുഡ് കഴിക്കുക, ഒന്നാമത് എക്സ്പെൻസീവ് ആണെന്ന് വിചാരിക്കും, രണ്ടാമത് ഇത് ഭയങ്കര വലിയ സംഭവമാണ്, വലിയ വലിയ ആളുകൾ അല്ലെങ്കിൽ വലിയ വലിയ ട്രെയിനേഴ്സ് ഉണ്ടെങ്കിലോ അല്ലെങ്കിൽ ഫിലിം സ്റ്റാർസിന് മാത്രം പറ്റുന്ന കാര്യങ്ങളോ ആണെന്ന് വിചാരിക്കും. ബട്ട് ഇത് ഒരു മോഡറേഷനിലല്ല നമുക്ക് കഴിക്കാം, എൻജോയ് ചെയ്യാം. ബട്ട് എല്ലാത്തിനും ഒരു മോഡറേഷൻ മതി, മോഡറേഷൻ വേണമെന്നുള്ളൂ. അതെ, ഫിലിം സ്റ്റാർസിൻ്റെ കാര്യം പറഞ്ഞപ്പോഴാണ് നമ്മളിപ്പോൾ നോക്കിയാൽ ഇപ്പോഴുള്ള എല്ലാ ഫിലിം സ്റ്റാർസും അവർ വീഡിയോസിൽ എന്താണ് വെയിറ്റ് ട്രെയിനിങ് ചെയ്യുന്നതാണ് കാണുന്നത്. മോഹൻലാൽ വരെ ഹെവി വെയിറ്റ് ആണ് ലിഫ്റ്റ് ചെയ്യുന്നത്. ആക്ച്വലി ഇറ്റ്സ് വെരി ഗുഡ് തിങ്. ഓക്കെ, അതെങ്കിലും കണ്ടിട്ട് കുറച്ച് പേർക്ക് ഒരു മോട്ടിവേഷൻ കിട്ടുവാണ്. പണ്ടാണെങ്കിൽ ഇവര് ട്രെഡ്മിൽ ഓടുന്ന വീഡിയോ മാത്രമേ കാണാൻ പറ്റുള്ളൂ. അതല്ല, ഇപ്പൊ എല്ലാം മാറി. ഇപ്പൊ ഈ ലേഡി സൂപ്പർ സ്റ്റാർസ് ഡെഡ് ലിഫ്റ്റ് ചെയ്യുന്ന വീഡിയോസ് എല്ലാം മാറി, മൊത്തം കൺസെപ്റ്റേ മാറി. സോ അതെങ്കിലും കണ്ടിട്ട് കുറച്ച് പേരും വന്ന് വെയിറ്റ് ട്രെയിനിങ്. ഈവൻ അത്ലറ്റ്സ് ലൈക്ക് വിരാട് കോഹ്ലി അടക്കം സ്ട്രെങ്ത് ട്രെയിനിങ് ആണ് ചെയ്യുന്നത്. അതായത് ഏത് ആസ്പെക്റ്റിലുള്ള ആളാണെങ്കിൽ പോലും സ്ട്രെങ്ത് ട്രെയിനിങ് ഈസ് ദ ബേസ്. അത് ബേസ് ആക്കിയിട്ട് നിങ്ങൾക്ക് ബാക്കി എന്തും ചെയ്യാം. വേറൊരു സംഭവം എന്താണെന്ന് വെച്ചാൽ, ഈ ചിലവർ ഈ ഓട്ടം അല്ലെങ്കിൽ മാരത്തോൺ അല്ലെങ്കിൽ സ്പോർട്സ് അല്ലെങ്കിൽ ഫുട്ബോൾ, ക്രിക്കറ്റ് ഇതൊക്കെ ഒരു എക്സസൈസ് ആയിട്ട് കാണും. ഓക്കെ, ബട്ട് എൻ്റെ ഒരു ഇതിൽ എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾ അത് ചെയ്യാൻ വേണ്ടി എക്സസൈസ് ചെയ്യണം. തീർച്ചയായിട്ടും ചെയ്യണം. യു ഷുഡ് പ്രിപ്പയർ യുവർ ബോഡി. യെസ്. ഇപ്പം എൻ്റെ ജിമ്മിൽ വരുന്ന അതിന് കാരണം അതിൻ്റെ ഒരു എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പം എൻ്റെ ജിമ്മിൽ വരുന്ന ഒരുപാട് പേർക്ക് ACL ഇഞ്ചുറി ആയിട്ടുണ്ട്, ട്വിസ്റ്റ് ചെയ്ത് അത് ഇതിൻ്റെ മെയിൻ കാരണം അത് ടർഫിൽ പോയിട്ട് ഫുട്ബോൾ കളിച്ചിട്ടായാലും ഷട്ടിൽ കളിച്ചിട്ടാവും ബാസ്കറ്റ് കളിച്ചിട്ട് എന്തോ ആയിക്കോട്ടെ, ഓൾ ദീസ് പീപ്പിൾ ദെയർ മെയിൻ പ്രോബ്ലം ഈസ് ഇവർ പോയി കളിക്കുന്നുണ്ട്, ബട്ട് ദേ ഡോണ്ട് നോ മസിൽസ് സ്ട്രെങ്തൻ ചെയ്തിട്ട് ഇത് ചെയ്യാവുള്ളൂ എന്നുള്ളവർക്ക് അറിയത്തില്ല. അതില്ലാതെ പോയി ചെയ്യുമ്പോഴാണ് ഈ ഇഞ്ചുറി മെജോറിറ്റിയും വരുന്നത്. എൻ്റെ അടുത്ത് ഇങ്ങനെ ഇഞ്ചുറി വന്ന ആളോട് എക്സസൈസ് ചെയ്യാറ്, എന്താണ് ചെയ്യാറ്, ഞാൻ ഫുട്ബോൾ കളിക്കാൻ പറഞ്ഞു, ബാഡ്മിന്റൺ കളിക്കാൻ പറഞ്ഞു, സ്പോർട്സ് അതൊരു എക്സസൈസ് ആണെന്ന് വിചാരിക്കും. അവിടെയാണ് ആ ഒരു ഇത്. എക്സസൈസ് മീൻസ് ഞാൻ എപ്പോഴും പറയുന്നുണ്ട്, എക്സസൈസ് മീൻസ് ഇറ്റ്സ് വെയിറ്റ് ട്രെയിനിങ്. ഓക്കെ, ദെൻ ബാക്കിയുള്ളതൊന്നും എക്സസൈസ് അല്ലെന്നല്ല പറയുന്നത്, ബട്ട് ഇതിൻ്റെ ഒരു കോർ എന്ന് പറയുന്നത് വെയിറ്റ് ട്രെയിനിങ് ആണ്. ഇപ്പോൾ യോഗ ചെയ്യാൻ പോകുന്ന ആൾക്കാരോട് ഞാൻ പറയാറുണ്ട്, യോഗ ഈസ് നോട്ട് ആൻ എക്സസൈസ്. മേ ബി നിങ്ങൾക്കൊരു റിലാക്സേഷൻ, ഒരു മൈൻഡ് റിലാക്സേഷൻ, അതെ, മെഡിറ്റേഷൻ അങ്ങനത്തെ കാര്യമായിരിക്കാം, ബട്ട് ദാറ്റ് ഈസ് നോട്ട് എക്സസൈസ്. യോഗ ചെയ്യുന്നത് കൊണ്ട് നിങ്ങൾക്ക് വെയിറ്റ് ട്രെയിനിങ്ങിൽ ചെയ്യുന്ന യാതൊരു ബെനിഫിറ്റും കിട്ടില്ല. കുറച്ച് ഫ്ലെക്സിബിലിറ്റി കിട്ടി, അത്രേ ഉള്ളൂ. അതുകൊണ്ട് ടേക്ക് വെയിറ്റ് ട്രെയിനിങ്, ടേക്ക് എ മോഡറേറ്റ് എമൗണ്ട് ഓഫ് പ്രോട്ടീൻ. പിന്നെ ഒരു മിക്ക ആൾക്കാരുടെയും ഇപ്പോഴേ ഈ ഉള്ളൊരു ശത്രുവാണ്, ഇപ്പൊ കുറെ കീറ്റോക്കാരുണ്ടല്ലോ, കീറ്റോ ഡയറ്റ്. ഇപ്പൊ കീറ്റോ താഴത്തേക്കാണ്, ബട്ട് അപ്പോഴും ഉണ്ട് ഭയങ്കരമായിട്ട്. അത് കാർബോഹൈഡ്രേറ്റ് എന്ന് പറഞ്ഞാൽ എന്താ വളരെ മോശം സാധനമായിട്ടുണ്ടെന്നുള്ളത് കാര്യം. എന്താ വെച്ചാൽ പ്രശ്നം പറയുന്നത് വെച്ചാൽ, കാർബോഹൈഡ്രേറ്റ് ആണ് നമുക്ക് ഈസിലി അവൈലബിൾ എനർജി സോഴ്സ്. അതായത് ഇന്ത്യൻസ് എളുപ്പത്തിൽ കിട്ടുന്നതും പരമ്പരാഗതമായി കഴിച്ചു വരുന്നതും. അപ്പൊ അതില്ലാണ്ടാവുമ്പോൾ ഇവര് മെന്റലി സ്ട്രെസ്ഡ് ആവണം ഒന്നുകൂടെ. അത് അവരുടെ കൺസിസ്റ്റൻസിയും സസ്റ്റൈനബിലിറ്റിയും ഭയങ്കരമായിട്ട് ബാധിക്കും. പർട്ടിക്കുലർലി ബ്രെയിൻ ഫങ്ഷൻസ് അങ്ങനത്തെ കാര്യങ്ങളെല്ലാം, അവർ എനർജി ഡ്രോപ്പ് ആവും. ആൻഡ് ഇപ്പോൾ ഒരു റീസെൻറ്റ് സ്റ്റഡി അനുസരിച്ചിട്ട് ഒരു ഹ്യൂമൻ കൺസിഡർ ചെയ്യുന്ന കാർബോഹൈഡ്രേറ്റിൻ്റെ ഓൺലി 5% ആണ് ഫാറ്റായിട്ട് മാറുന്നുള്ളൂ. ഡയറ്ററി ഫാറ്റ് ആണ് ഏറ്റവും കൂടുതൽ ഫാറ്റായിട്ട് കൺവേർട്ട് ചെയ്യുന്നത്. കാർബോഹൈഡ്രേറ്റ് നിങ്ങൾക്ക് എങ്ങനെയും യൂസ് ചെയ്യാം, നിങ്ങൾക്ക് ഡെയിലി ആക്ടിവിറ്റീസ് കുറച്ച് കൂട്ടിയിട്ടാണ് ആദ്യം കാർബാണ് ബോഡി എനർജി സോഴ്സ് ആയിട്ട്, പ്രൈമറി എനർജി സോഴ്സ് ആയിട്ട് കൺവേർട്ട് ചെയ്യുന്നത്. ബട്ട് ഫാറ്റ് വരുമ്പോൾ അങ്ങനെയല്ല. സോ ആ ഡയറ്ററി ഫാറ്റ് ആണ് ഏറ്റവും കൂടുതൽ, 90 to 95% ഡയറ്ററി ഫാറ്റ് കൺവേർട്ട് ചെയ്യുന്നതുകൊണ്ടാണ് ഈ ഫാറ്റ് അധികമായിട്ട് സ്റ്റോർ ചെയ്യുന്നത്. സോ അതൊക്കെ ഒന്ന് മനസ്സിലാക്കിയാൽ, അല്ലെങ്കിൽ അത് ആ സ്റ്റഡീസ് അതിൻ്റെ കൂടെ ഒന്ന് പോയി കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും കാർബ് ഈസ് നോട്ട് ആൻ എനിമി. കാർബ് ഒരു മസ്റ്റ് തിങ് ആണ്. ഇതിന് ആക്ച്വലി ഒരു ഫേസ്ബുക്ക് ഗ്രൂപ്പ് ഉണ്ട്, ഈ കീറ്റ് ഭയങ്കരമായിട്ട് പ്രൊമോട്ട് ചെയ്യുന്നു. ബട്ട് ആ ഗ്രൂപ്പിൽ ഞാൻ മെമ്പറാണ്, ബട്ട് സൈലന്റ് ആണ്. അവരെ ഇടപെടാറില്ല, അവരവരുടെ ഇതിന് പോകും. നമ്മ ആരെയും വെറുതെ പോയി എല്ലാത്തിലും പോയി അങ്ങനത്തെ. അപ്പോൾ ബട്ട് അതിൽ പറയുന്നതെന്ന് വെച്ചാൽ, നിങ്ങൾ കലോറി ഒന്നും പ്രശ്നമേ അല്ല. ഓക്കെ, അവിടെയാണ് ഫാറ്റ് കഴിച്ചോ അതൊരു പ്രോബ്ലം ഇല്ല. അവസാനം എന്ത് പറ്റുമെന്ന് വെച്ചാൽ, ഇവര്
ഒന്നില്ലെങ്കിൽ സ്റ്റാവ് ചെയ്യും, അല്ലെങ്കിൽ റിസൾട്ട്സ് കിട്ടിക്കഴിഞ്ഞിട്ട് എനിക്ക് കിട്ടുന്നതിൽ കീറ്റ് ചെയ്തതിൽ ഒരുപാട് ക്ലയൻസ് രണ്ടാമത് വരുന്നുണ്ട്, സഡൻ റീഗെയിൻ. അതായത് ആ കാർബ് വീണ്ടും ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോഴത്തേനും ആ വാട്ടർ റിട്ടൻഷനും കാര്യങ്ങളെല്ലാം വന്നിട്ട് ഈ പറഞ്ഞ മേ ബി ഒരു 10 kg ഡ്രോപ്പ് അത് ഈ പറഞ്ഞ 1 month കൊണ്ട് റീഗെയിൻ ചെയ്യും. കാരണം എന്താ വെച്ചാൽ നമ്മൾ എന്ത് ഡയറ്റോ അല്ലെങ്കിൽ വർക്കൗട്ട് ചെയ്യുമ്പോഴോ ഞാൻ പറയുന്നത് വെച്ചാൽ നിങ്ങൾക്കത് സസ്റ്റൈനബിൾ ആയിട്ട് ചെയ്യാൻ പറ്റണം. അതല്ല ഇപ്പോൾ ഈ കാർബ് വർക്കൗട്ട് വെയിറ്റ് ട്രെയിനിങ്ങിൻ്റെ ഫ്യൂവൽ എന്ന് പറയുന്നത് ഗ്ലൂക്കോസാണ്, കാർബോഹൈഡ്രേറ്റ് ആണ്. അതില്ലാതെ നിങ്ങൾക്ക് വെയിറ്റ് ട്രെയിനിങ് ചെയ്യാൻ പറ്റത്തേയില്ല. അത് ആക്ച്വലി നമ്മൾ സ്കൂളുകളിലൊക്കെ സ്പോർട്സ് ഡേക്ക് ഗ്ലൂക്കോസ് കൊടുക്കും. അതെങ്കിലും ഓർത്തിട്ടെങ്കിലും എന്തുകൊണ്ടായിരിക്കാം അതെന്നുള്ള ഒരു ചിന്താഗതി അതുപോലും ചിന്തിക്കുന്നില്ല. പിന്നെ ഈ പറയുന്ന കീറ്റോക്കാരൊക്കെ ഇവർ കൺസ്യൂം ചെയ്യുന്ന ഫാറ്റിൻ്റെ ഒരു ക്വാണ്ടിറ്റി ഇല്ല. ആക്ച്വലി ഇറ്റ്സ് കാലോറി ഇൻ കാലോറി ഔട്ട്. അൺഹെൽത്തി മെത്തേഡ് ഹെൽത്തിയോട് പിന്നെ ബട്ട് റിസൾട്ട് കിട്ടുന്ന ഡെഫിസിറ്റ് എന്ത് ഈ പറഞ്ഞിട്ട് ഐസ്ക്രീം കഴിച്ചാലും ഐസ്ക്രീം മാത്രം കഴിച്ചാൽ പോലും ഡെഫിസിറ്റ് ആണെങ്കിൽ യു വിൽ ലൂസ് വെയിറ്റ്. സിമ്പിൾ സയൻസ്. ബട്ട് യു വിൽ ലൂസ് വെയിറ്റ് ബട്ട് അവിടെയാണ് മസിലിന്റെ ആ ഒരു തിങ് അതുണ്ട്. ഞാൻ പറഞ്ഞത് ഇൻ ഓർഡർ ടു ലൂസ് വെയിറ്റ് ദാറ്റ്സ് ദ തിങ്, അത്രേ ഉള്ളൂ. സോ അതാണ് ഡയറ്റിനെ കുറിച്ച് പറയാനുള്ളത്. പിന്നെ ഒരുപാട് ഈ ഇപ്പം നമ്മൾ ആദ്യം സംസാരിച്ച പോലെ തന്നെ ഒരുപാട് സാധനങ്ങൾ ഇറങ്ങുന്നുണ്ട്. ഈ ശിലാജിത്ത് പോലെയുള്ളത്. ഐ മീൻ നമ്മളൊന്ന് നോക്കിയാലറിയാം. ആദ്യമേ ഞാനിത് നോക്കിയ സമയത്ത് ആദ്യമേ മാർക്കറ്റിൽ ഉണ്ടായിരുന്ന ഒരു സാധനമായിരുന്നു ഒലീവ് ഓയിലാണ്. ഞാനൊക്കെ സ്റ്റാർട്ട് ചെയ്ത സമയത്ത് ഒലീവ് ഓയിൽ എന്തോ വലിയൊരു സാധനമാണെന്നുള്ള രീതിയിലായിരുന്നു. വെറും വയറ്റിൽ കുടിക്കുന്നത്. അതുപോലെ നിങ്ങൾ എന്ത് കുക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ഒലീവ് ഓയിൽ യൂസ് ചെയ്ത് കുക്ക് ചെയ്യുള്ളൂ. അപ്പോൾ നമ്മൾ എഗ്ഗ് ബുർജി ഉണ്ടാക്കുന്നതോ അല്ലെങ്കിൽ ചിക്കൻ ഒന്ന് ഗ്രില്ല് ചെയ്യുന്നതൊക്കെ ഒലീവ് ഓയിലാണ് മെയിൻ. പിന്നീട് അത് മാറി കോക്കനട്ട് ഓയിൽ ഈസ് ബെറ്റർ ദാൻ ഒലീവ് ഓയിൽ എന്നുള്ളൊരു രീതിയിലോട്ടൊക്കെ വന്നു. അത് മാറി. ഒലീവ് ഓയിലിൻ്റെ ആ ഒരു ഇത് കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ പിന്നെ കൊണ്ടുവന്നതാണ് ഓട്സ്. ഓട്സ് ഭയങ്കര സംഭവമാണ്, നമ്മുടെ റൈസിനേക്കാളും ബെറ്ററാണ്, അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് കുറച്ച് കഴിഞ്ഞപ്പോൾ ഓട്സിൻ്റെ ആ ഒരു കൺസെപ്റ്റ് പോയി. ബട്ട് ഒരു ഈസിനെസ്, കുക്ക് ചെയ്യാനൊരു ഈസിനെസ്, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഞാൻ ആദ്യം പറഞ്ഞ കൺസ്യൂം ചെയ്യാൻ ഈസിനെസ്, സോ ഓട്സ് അവിടെ ഉണ്ട്. ഇനി ഓട്സ് മാറിക്കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ പിന്നെ വന്ന വേറൊരു ഈ ബോഡി ബിൽഡിങ്ങിലൊക്കെ ഭയങ്കരമായിട്ട് കയറി വന്നൊരു സാധനമാണ് പീനട്ട് ബട്ടർ. ഒരൊറ്റയ്ക്ക് പീനട്ട് ബട്ടർ ആയിരുന്നു എല്ലാവരുടെയും. അതെ, പ്രോട്ടീൻ അടങ്ങിയ പീനട്ട്. അതായത് പെർ സ്കൂപ്പിൽ ഇത്ര ഒരു നിങ്ങൾ 15 gram എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ അകത്ത് 6 gram പ്രോട്ടീൻ എന്നൊക്കെ പറഞ്ഞുകൊണ്ട്, അപ്പോൾ അത്രയും കൂടെ പ്രോട്ടീൻ കിട്ടുവാണല്ലോ. അതിനൊപ്പം കിട്ടുന്ന കലോറിയുടെ അളവ് ഫാറ്റിന്റെ എമൗണ്ട് ഒന്നുമില്ല, പ്രോട്ടീനിലാണ് ഫോക്കസ് ചെയ്തിരിക്കുന്നത്. ആക്ച്വലി ഇത് ഫാറ്റ് ലോസിനുള്ള ഒരു പീനട്ട് ബട്ടർ കഴിക്കുമ്പോഴത്തുള്ള പ്രശ്നമാണ്. മീൻസ് വിത്തിൻ കലോറീസ് കഴിക്കുന്നത് കുഴപ്പമൊന്നുമില്ല, നിങ്ങൾക്ക് ഒരു ഫാറ്റ് സോഴ്സ് ആയിട്ട് പീനട്ട് ബട്ടർ കഴിക്കണം. ബട്ട് ഒരു പ്രോട്ടീൻ സോഴ്സ് ആയിട്ട് പീനട്ട് ബട്ടർ കഴിക്കാൻ പോയാൽ നമുക്ക് റിക്വയർഡ് പ്രോട്ടീൻ കഴിക്കണമെങ്കിൽ എത്ര ഗ്രാം കിട്ടണം? അത് കഴിഞ്ഞ് ഇപ്പൊ കേട്ടിരിക്കുന്ന സാധനമാണ് ഈ ഇത് ശിലാജിത്ത്. അതെന്ന് വെച്ചാല് ഭയങ്കരമായിട്ട് ക്യാഷ് ഇറങ്ങുന്നുണ്ട്. അതായത് ഇവൻ എൻ്റെ അടുത്ത് പോലും ഇവര് വന്നിട്ട് നമ്മൾ ക്യാച്ച് ഇത്ര എമൗണ്ട് ഒരു പെർ ലീർ നല്ലൊരു ഹെവി എമൗണ്ട് ആണ് പറയുന്നത്. ബട്ട് എന്തെങ്കിലും അവരോട് നമ്മൾ എന്തെങ്കിലും സയന്റിഫിക് പ്രൂഫോ അല്ലെങ്കിൽ സ്റ്റഡി നടത്തിയതോ അതൊന്നും ചോദിച്ചാൽ ഒന്നും ഉണ്ടാവില്ല. വേണമെങ്കിൽ അപ്പൊ തന്നെ ബ്ലോക്ക് ചെയ്ത് പോകും. അവർക്ക് വേറെ ആൾ കിട്ടും. അല്ല, തീർച്ചയായിട്ടും ഉണ്ട്. ഇപ്പോൾ ഒരു കോച്ചിന് അല്ലെങ്കിൽ ഒരാളെന്നുണ്ടെങ്കിൽ സ്പോൺസർഷിപ്പ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാലോ അല്ലെങ്കിൽ ഈവൻ അയാൾക്ക് പേയ്മെന്റ് കൊടുത്തു കഴിഞ്ഞാലോ ഡെഫിനറ്റ്ലി പ്രൊമോട്ട് ചെയ്യും. അങ്ങനെ പ്രൊമോട്ട് ചെയ്യാനിരിക്കുന്ന എത്രയോ ആൾക്കാരുണ്ട്. സോ ദാറ്റ്സ് എ തിങ്. ഇതൊക്കെ ക്ലെയിമിംഗ് ആണ്. ഓക്കെ, അപ്പോൾ നമ്മളിങ്ങനെ ഒന്ന് നോക്കിയാൽ മേ ബി ഇവരെല്ലാം പറയുന്നത് ഈ പല സാധനങ്ങൾ ഇപ്പോൾ ഓട്സ് മേ ഡിക്രീസ് യുവർ blood sugar level or diabetes may. So it may or may not, you don't know. But നമ്മൾ മേ മാത്രം എടുക്കും. നോ, ഇറ്റ് വിൽ ഡിക്രീസ് എന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ ഓക്കെ ഫൈൻ, യു ക്യാൻ ടേക്ക് ഇറ്റ്. അതുപോലെ ഇപ്പൊ ശിലാജിത്ത് ഇറ്റ് മേ ഇൻക്രീസ് യുവർ ടെസ്റ്റോസ്റ്റിറോൺ. മേ അതെല്ലായിടത്തും ഉണ്ട്, നിങ്ങൾ നോക്കിയാൽ അറിയാം. മെയ് വന്നിട്ടുണ്ടോ? ഇറ്റ്സ് നോട്ട് പ്രൂവൺ. ഇത് മറ്റേ സ്റ്റാർട്ട് ടേംസ് ആൻഡ് കണ്ടീഷൻസ് അപ്ലൈഡ് എന്ന് പറഞ്ഞാൽ മഴ പെയ്യാനും മഴ പെയ്യാതിരിക്കാനും സാധ്യത എന്ന് പറഞ്ഞാൽ ഇറ്റ് മേ. അപ്പൊ മേനോട്ടും ഉണ്ട്. പക്ഷെ പലരും അത് അതെന്താ വെച്ചാല് ഈ പറഞ്ഞ ആളുകളൊക്കെ നമ്മൾ ഒരു പ്രോപ്പർ ഡയറ്റോ അല്ലെങ്കിൽ ഒരു ക്വാളിറ്റി ഫുഡ് അല്ലെങ്കിൽ ഈവൻ സയന്റിഫിക്കലി പ്രൂവൺ വേ പ്രോട്ടീനോ അല്ലെങ്കിൽ അതിനേക്കാൾ റിസർച്ച് ക്രിയാറ്റിൻ യൂസ് ചെയ്യാൻ പറഞ്ഞാൽ അവര് വേണമെങ്കിൽ ഒരു 10 വർഷം അതിനെപ്പറ്റി റിസർച്ച് നടത്തിയിട്ട് ഉപയോഗിക്കുള്ളൂ. വേണ്ടെന്ന് പറയും.
ഇല്ല, ഞാൻ പലരും ചോദിക്കുമ്പോൾ സാറേ ഇതൊക്കെ യൂസ് ചെയ്യുന്നത് മസ്റ്റാണോ എന്ന് പലരും ചോദിക്കാറുണ്ട്. വേ പ്രോട്ടീൻ അല്ലെങ്കിൽ ഇപ്പോൾ നമ്മൾ ക്രിയാറ്റിൻ ഇതൊക്കെ യൂസ് ചെയ്യുന്നത് മസ്റ്റാണ്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമ്മൾ ജനറലായിട്ടുള്ള ആൾക്കാർ യൂസ് ചെയ്യുമ്പോൾ നോ മസ്റ്റൊന്നും അല്ല. ഇതിന് ഇതിൻ്റെതായ ബെനിഫിറ്റ്സ് ഉണ്ട്. നിങ്ങൾക്ക് പോസിബിളാണ്, കൺവീനിയൻ്റ് ആണെന്നുണ്ടെങ്കിൽ യു ക്യാൻ. എല്ലാം അത് തന്നെയാണ്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ അത് ഈ വെയിറ്റ് ട്രെയിനിങ്ങിൻ്റെ കാര്യം പറഞ്ഞപ്പോഴും പലരും വന്നിട്ട് പറയും നോ എനിക്ക് 6 ദിവസമൊന്നും പോയി ചെയ്യാനുള്ള ടൈമില്ല. ഇല്ല, നിങ്ങൾക്ക് 3 ദിവസം ചെയ്യാൻ പറ്റിയാൽ അത്ര ആയില്ലേ. പോട്ടെ, വീക്കിലി വൺസ് നിങ്ങൾക്ക് വെയിറ്റ് ട്രെയിനിങ് ചെയ്യാൻ പറ്റി. അതെന്താണെന്ന് വെച്ചാൽ അത് നമ്മൾ കൂടുതൽ ആളുകൾ എത്തിക്കുന്ന കാര്യം എന്ന് വെച്ചാൽ മിക്ക ആളുകൾക്ക് ഈ പറഞ്ഞ 5 ദിവസം 6 ദിവസം പോകാൻ പറ്റും. എല്ലാ ദിവസം പലരും വിചാരിക്കും എല്ലാ ദിവസം പോകാൻ പറ്റിയില്ലെങ്കിൽ എന്തോ വേസ്റ്റ് ആണെന്നുള്ളത്. ഒരു ദിവസം മാത്രം കൊണ്ട് ഒരു കാര്യമില്ല. ഞാൻ എൻ്റെ അടുത്ത് ചോദിച്ചപ്പോൾ ഈ പറഞ്ഞ തൊട്ട് ഓക്കെ ഞാൻ ചോദിക്കുകയാണ്, ഓക്കെ എനിക്ക് 6 ദിവസം ഹെവി ഹെക്റ്റിക് ഷെഡ്യൂളാണ്, ആകെ 4 മണിക്കൂർ മാത്രം ഉറങ്ങാൻ പറ്റുന്നുള്ളൂ. ബട്ട് സൺഡേ എനിക്ക് ഉറങ്ങാനും പറ്റുന്നുണ്ട്, വർക്കൗട്ട് ചെയ്യാനും പറ്റും. ഞാൻ സൺഡേ മാത്രം പോയാൽ ഇൻ എ മന്ത് ദാറ്റ്സ് 4 Sunday. ഓക്കെ, സോ ദാറ്റ്സ് 4 days. In an year, that is 12 into 4, 48 days, which is better than 0 days. Exactly. സിമ്പിൾ ആൻസർ ആണ്. 48 days നിങ്ങൾ ട്രെയിൻ ചെയ്ത് കഴിഞ്ഞാൽ 0 ചെയ്യുന്നതിനേക്കാളും കുറച്ചെങ്കിലും മസിൽ മാസ് അവിടെ ഡെവലപ്പ് ആവുമോ? ദാറ്റ്സ് ഇറ്റ്. ഞാൻ പറയും അതും പറ്റിയില്ലെങ്കിൽ നിങ്ങൾ ഇനിയിട്ടിട്ട് ഒരു രാവിലെ ഒരു 10 പുഷപ്പോ ഒരു 10 എന്തെങ്കിലും സംതിങ് യൂസ് യുവർ ബോഡി ആസ് എ ബോഡി വെയിറ്റ്. ഓക്കെ, ആക്ച്വലി റെസിസ്റ്റൻസ് ട്രെയിനിങ്. ഓക്കെ, നമ്മൾ ശരിക്കും ആ ടൈമാണ് വെയിറ്റ് ട്രെയിനിങ്, റെസിസ്റ്റൻസ് ട്രെയിനിങ്. എന്ത് ഉപയോഗിച്ച് റെസിസ്റ്റൻസ് ട്യൂബ് ആണെങ്കിലും ഡംബിൾസ് ആണെങ്കിലും മെഷീൻസ് ആണെങ്കിലും സംതിങ് എന്തെങ്കിലും ഉപയോഗിച്ച് ആ ബോഡിക്ക് ആ ഒരു ടെൻഷൻ ക്രിയേറ്റ് ചെയ്യാനുള്ള ആ ഒരു മസിൽ ഒന്ന് വർക്ക് ചെയ്യാന്നുള്ളതാണ്. നമ്മളിത് കൂടുതൽ ആലോചിച്ച് പിന്നത്തേക്ക് മാറ്റി വെക്കുമ്പോഴാണ് എല്ലാം ഒന്ന് ഫ്രീ ആയി ഓക്കെ ആയിട്ട് സ്റ്റാർട്ട് ചെയ്യാന്ന് വെച്ച് അങ്ങനെ ഒരു ദിവസം ഉണ്ടാകത്തില്ല. എൻ്റെ അഭിപ്രായത്തിൽ ഫോർ മസിൽ ട്രെയിനിങ് ടൈം ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. അതായത് 10 വർഷം കണ്ടിന്യൂസ് ആയിട്ട് ട്രെയിൻ ചെയ്യുന്ന ആളെ 1 വർഷം കൊണ്ട് നാച്ചുറലി ബീറ്റ് ചെയ്യാൻ പറ്റില്ല, ഒരിക്കലും ബീറ്റ് ചെയ്യാൻ പറ്റത്തില്ല. അവളൊന്നില്ലെങ്കിൽ നിർത്തണം. അല്ല എന്നുണ്ടെങ്കിൽ യെസ് നിങ്ങൾ അത്രമേൽ ജെനറ്റിക്കലി ബ്ലെസ്ഡ് ആയിരിക്കും. അത് 0.1% ആളുകളുള്ളൂ. അല്ലെങ്കിൽ ഈ പറഞ്ഞോട്ട് നിങ്ങൾ ഇന്നലെ തൊട്ടേ വെയിറ്റ് ട്രെയിനിങ് ചെയ്യേണ്ട ആളുകളാണ്. ഓക്കെ, അപ്പോൾ ഇന്നെങ്കിലും തുടങ്ങുക. അതെ, അല്ലെങ്കിൽ ഈ മൺഡേക്ക് വെയിറ്റ് ചെയ്യാതെ അല്ലെങ്കിൽ 1-ാം തീയതിക്ക് വെയിറ്റ് ചെയ്യാതെ സ്റ്റാർട്ട് ചെയ്യുക. ഐ മീൻ ഇഫ് യു വാണ്ട് ടു സ്റ്റാർട്ട് നൗ, അത്രേ ഉള്ളൂ. ദെൻ വേറൊരു സംഭവമാണ് ഇപ്പം ഞാൻ ഈ ഒരു ടൈമിലൊക്കെ ഏറ്റവും കൂടുതൽ ഫേസ് ചെയ്യുന്ന ഒരു സംഭവമാണ് സ്ലീപ്പ്. പല ആൾക്കാരുടെയും ബിഗ്ഗസ്റ്റ് പ്രോബ്ലം എന്ന് പറയുന്നത് സ്ലീപ്പാണ്. അവർക്കൊരു കണ്ടിന്യൂസ് സ്ലീപ്പ് ഉണ്ടാകത്തില്ല. അതിൻ്റെ മെയിൻ പ്രോബ്ലം എന്ന് പറയുന്നത് ഒന്ന് മേ ബി മൊബൈൽ യൂസ് ആകാം. അതല്ല എന്നുണ്ടെങ്കിൽ ഇപ്പം പണ്ടൊക്കെ പാർട്ടി നൈറ്റ്സുകളൊക്കെ കുറവായിരുന്നു. ഇതെല്ലാം കഴിഞ്ഞിട്ട് വന്ന് കിടക്കുന്നതും ചിലപ്പോൾ 3 മണിക്കാകും, 6 മണിക്ക് വീണ്ടും എഴുന്നേക്കും. ഇങ്ങനത്തെ പ്രോബ്ലംസാണ്. ദെൻ പർട്ടിക്കുലർലി ഇപ്പോൾ നമ്മുടെ ചൂട് കൂടുതലാണ്. അപ്പോൾ ഈ സമയത്ത് പലർക്കും ഇപ്പോൾ എല്ലാവർക്കും AC ഒന്നും അഫോർഡ് ചെയ്യാൻ പറ്റത്തില്ല. സോ അപ്പോഴും ഉറക്കം അത് കണ്ടിന്യൂസ് ആയിട്ട് ഒരു സ്ലീപ്പല്ല. സോ സ്ലീപ്പിന് ഒരു ക്ലയൻറ്റ് വരുമ്പോൾ സ്ലീപ്പിന് എത്രമാത്രം പ്രയോറിറ്റി കൊടുക്കുന്നുണ്ടോ? ആക്ച്വലി നമ്മളീ പറയുന്ന തൊട്ട് ഡയറ്റ്, വർക്കൗട്ട്, സപ്ലിമെൻറ്റ്സ് ഉണ്ടെങ്കിൽ അത്, അല്ലെങ്കിൽ വാട്ടർ ഇൻടേക്ക്, സ്റ്റെപ്പ്, ആക്ടിവിറ്റി, ഇതെല്ലാത്തിൻ്റെയും റിസൾട്ട് കിട്ടും നമ്മുടെ സ്ലീപ്പ് ക്വാളിറ്റി എത്രത്തോളം ഉണ്ടെന്ന് അനുസരിച്ചിരിക്കും. അതായത് ഇതെല്ലാം കമ്പയർ ചെയ്യുന്നതും അല്ലെങ്കിൽ റിക്കവറി ഇമ്പ്രൂവ് ചെയ്യുന്നതും അതെല്ലാം ബെറ്റർ ആവുന്നത് നമ്മുടെ സ്ലീപ്പിൻ്റെ ആ ഒരു ഇമ്പോർട്ടൻസ്, ക്വാളിറ്റി ഓഫ് ദ സ്ലീപ്പ്. നോർമലി ഞാനൊരു ജനറൽ പോപ്പുലേഷൻ 6 to 7 hours ഒക്കെയാണ് ക്വാളിറ്റി സ്ലീപ്പ് പറയാറ്. ഓക്കെ, ഇഫ് എ ബോഡി ബിൽഡർ, അതായത് ഒരു ബോഡി ബിൽഡറിന് എത്ര മണിക്കൂറാണ്? ഈ ബോഡി ബിൽഡേഴ്സിൻ്റെ ഞാൻ ഇവിടെയുള്ള ഏറ്റവും വലിയ പ്രോബ്ലം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ മെജോറിറ്റി ഓഫ് ദ ബോഡി ബിൽഡേഴ്സും ഞാൻ കണ്ടിട്ടുള്ള ഒരു 80% അല്ലെങ്കിൽ 90% ബോഡി ബിൽഡേഴ്സും ഏതെങ്കിലുമൊക്കെ ഒരു ജിമ്മിൽ ട്രെയിനർ ആകും. ഓക്കെ, സോ ഈ ട്രെയിനറുടെ പ്രോബ്ലം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇയാളുടെ ഒരു ഷെഡ്യൂൾ എന്ന് പറയുന്നത് മോർണിംഗ് 5:30 to ഒരു 10 അല്ലെങ്കിൽ 11, ദെൻ ഈവനിങ് ഒരു 5 to ഒരു 10 or 11 ആവും. സോ 11 ജോലി കഴിയുന്ന ഒരാൾ കിടക്കുമ്പോൾ 12 ആവും. ഇയാൾക്ക് 5:30 റെഡി ആവണമെന്നുണ്ടെങ്കിൽ ആ ഒരു 12 to 5 hours അവർക്ക് സ്ലീപ്പ് കിട്ടുള്ളൂ. സോ കണ്ടിന്യൂസ് സ്ലീപ്പ് വളരെ ട്രബിൾ ആയിട്ടുള്ളൊരു കാര്യമാണ്. ദെൻ ഇഫ് പോസിബിൾ സ്ലീപ്പ് ഫോർ 8 hours. നിങ്ങളൊരു ബോഡി ബിൽഡർ ആണെന്നുണ്ടെങ്കിൽ ഇല്ല 7 hours ടു ദ മിനിമം
6 അവേഴ്സെങ്കിലും നിങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് സ്ലീപ്പ് ചെയ്യുക. 6-ൽ താഴെയൊക്കെ വന്നു കഴിഞ്ഞാൽ പ്രോബ്ലം പലപ്പോഴും സംഭവിച്ചിരിക്കുന്നത് ഞാൻ പലപ്പോഴും എക്സ്പീരിയൻസ് ചെയ്തിട്ടുള്ളായിരുന്നു. പല ഈ കോമ്പറ്റേറ്റീവ് ഫേസിലൊക്കെ ചെയ്യുന്ന ആൾക്കാർ നമുക്കറിയാലോ, നമ്മൾ അവിടെ അവരുടെ ബോഡി ഫാറ്റ് പെർസെൻറ്റേജ് മേ ബി ഒരു 4%, 5% ആ ഒരു ലെവലോട്ടൊക്കെ താത്തും. ചില പോയിന്റിൽ ഇത് സ്റ്റക്കാവും, മൂവ് ചെയ്യാതെ വരും. അപ്പോൾ നമ്മൾ ഇവിടെ പല കാര്യങ്ങളും ചെക്ക് ചെയ്തു, ഓക്കെ ദേ ആർ ഓൺ എ കലോറി ഡെഫിസിറ്റ്, നല്ല രീതിയിൽ വർക്കൗട്ട് ചെയ്യുന്നുണ്ട്, എല്ലാ കാര്യങ്ങളും ഓക്കെ ആണെന്നുണ്ട്. താഴാതെ വരും. പിന്നെ സ്ലീപ്പ് ചെക്ക് ചെയ്യുമ്പോൾ ഒരു പലപ്പോഴും സ്ലീപ്പിങ്ങിന് ട്രബിൾ ഉണ്ടാവും. ഒരു 5 hours അല്ലെങ്കിൽ 4 hours ഒക്കെ ആയിരിക്കും ഇവർ സ്ലീപ്പ് ചെയ്യുന്നത്. ആ സ്ലീപ്പ് അപ്പോൾ നമ്മൾ എന്താ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ആ സ്ലീപ്പിൻ്റെ ക്വാളിറ്റി ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടി നമുക്ക് മെലാറ്റോണിൻ സപ്ലിമെൻറ്റ് കൊടുക്കും. ഈ സപ്ലിമെൻറ്റ് കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ കുറേ പേരൊക്കെ അവരുടെ സ്ലീപ്പ് ക്വാളിറ്റി ഇമ്പ്രൂവ് ആവും. സ്ലീപ്പ് ക്വാളിറ്റി ഇമ്പ്രൂവ് ആയാൽ ഓട്ടോമാറ്റിക്കലി അഗെയിൻ ഈ ഫാറ്റ് ലോസ് റീസ്റ്റാർട്ട് ചെയ്യും. അവരുടെ വർക്കൗട്ടിലുള്ള പെർഫോമൻസും ഇമ്പ്രൂവ് ആകും, മസിൽ ക്വാളിറ്റി കൂടും. സോ സ്ലീപ്പിന് അത്രമാത്രം ഇമ്പോർട്ടൻസ് ഉണ്ട്, ഈവൻ ഫോർ എ നോർമൽ പേഴ്സൺ. ആക്ച്വലി എനിക്ക് തോന്നുന്നു സ്ലീപ്പൊക്കെ ലക്ഷറി ആയി തുടങ്ങി തോന്നുന്നു. കാരണം എന്ന് വെച്ചാൽ എല്ലാവരും ഇപ്പം ഈ പറഞ്ഞോട്ട് OTT പ്ലാറ്റ്ഫോംസ്, നെറ്റ്ഫ്ലിക്സ് എല്ലാം വന്ന് റിലാക്സിംഗ് ആണ്, എന്റർടൈൻമെന്റ് ആണ്. ഒരു 2 മണിക്കൂർ അല്ലെങ്കിൽ ഉറങ്ങുമ്പോൾ ഒരു നെറ്റ് സീരീസ് കണ്ടു കഴിഞ്ഞാൽ ഇപ്പോൾ ഗെയിം ഓഫ് ത്രോൺസ്, പണ്ട് ഞാനൊക്കെ ഗെയിം ഓഫ് ത്രോൺസ് കണ്ട സമയത്ത് ഐ മീൻ ഇത് ഒരു സീസൺ കണ്ടിട്ട് അടുത്ത സീസൺ അടുത്ത ദിവസം കാണാൻ തോന്നും, പക്ഷെ ക്യൂരിയോസിറ്റി കൊണ്ട് ഇങ്ങനെ ഇരിക്കും, തീർത്തിട്ടേ പോകത്തുള്ളൂ. അത് പലപ്പോഴും പല പ്രോബ്ലംസ് ആണ്. സോ ദെൻ മൊബൈൽ യൂസ്, ഡെഫിനറ്റ്ലി മൊബൈൽ യൂസ് ഒരു ഇഷ്യൂ ആണ്. നമ്മൾ എപ്പോഴും എൻഗേജ്ഡ് ആണ്. അതെ, എൻഗേജ്ഡ് ആണ്. സോ ഈവൻ ദോ നിങ്ങളിപ്പോൾ മൊബൈൽ ഒരു 10 മണിക്ക് 10 മണി വരെ യൂസ് ചെയ്തു, എന്നിട്ട് 10 മണിക്ക് നിങ്ങൾ കിടന്നു, ഈവൻ ദോ മൊബൈൽ അപ്പോൾ ഓഫ് ചെയ്ത് കഴിഞ്ഞാലും യെസ് നിങ്ങൾ ഉറങ്ങാൻ ശ്രമിച്ചാലും ഈ കാര്യങ്ങളൊക്കെ നിങ്ങളുടെ ബ്രെയിനിൽ നിൽക്കുമല്ലേ. അല്ലാണ്ട് തന്നെ ഒരുപാട് കാര്യങ്ങളുണ്ട്. ഇപ്പം എന്ന് വെച്ചാൽ കറൻ്റ്ലി മൊബൈൽ ഫോണിൽ നമുക്ക് ആവശ്യമുള്ളതും ആവശ്യമില്ലാത്തതുമായ ലോകത്തിലുള്ള എല്ലാ കാര്യങ്ങളും ഓരോ സ്വൈപ്പ് ചെയ്യുമ്പോൾ, ഒന്ന് എൻ്റർടൈൻമെൻ്റ് ആണെങ്കിൽ, അല്ലെങ്കിൽ വേൾഡ് വാർ, അല്ലെങ്കിൽ അമേരിക്കയിൽ നടക്കുന്ന പ്രശ്നം, അല്ലെങ്കിൽ ഇന്ത്യയിൽ അത് പൊളിറ്റിക്സ്, അത് ഇതെല്ലാം നമ്മുടെ തലയിൽ കിടന്ന് ഓവർ ഇൻഫർമേഷൻ ആണ്. സോ അതൊരു ഇഷ്യൂ ആണ് പല ആൾക്കാരിലും. അത് ഇപ്പോഴൊന്നും ഐ മീൻ യങ്ങായിട്ടുള്ള ആൾക്കാരൊന്നും അത് അത്രമേൽ റിയലൈസ് ചെയ്യത്തില്ല. ബട്ട് ഒരു പോയിന്റ് എത്തുമ്പോൾ നമ്മൾ ടയറിങ് ആവും. സോ അതൊരു ഇഷ്യൂ ആണ്. ഞാൻ കഴിഞ്ഞ ദിവസം ജിമ്മിൽ വന്നിട്ടുണ്ട്. അപ്പോൾ ഇൻഫോ പാർക്കിൻ്റെ അടുത്തുള്ളൂ. അപ്പോൾ നോർമലി എൻ്റെ അടുത്ത് വരുന്ന കുറേ ടെക് ബേസ്ഡ് ക്ലയൻസും ഉണ്ട്. അപ്പോൾ അവരുടെ എല്ലാം പോഷർ റോങ് ആയിരിക്കും. അതെ, ഇങ്ങനെ ഒരു വളവ് അല്ലെങ്കിൽ ഒരു സൈഡിലേക്ക് അല്ലേ. ഓക്കെ, അവരത് അറിയുന്നുണ്ടാവില്ല. കാരണം വെച്ചാൽ അവരുള്ള എല്ലാവരും അങ്ങനെ തന്നെയാണ്, അല്ലെങ്കിൽ അവർക്ക് അതിനുള്ള ടൈമില്ല. മീൻസ് അവരുടെ ലൈഫ് അങ്ങനെയാണ്. അപ്പോൾ അങ്ങനെയുള്ളവർ പോസ്ചർ മോശമാവാതിരിക്കാനും, മോശമായാൽ അത് ബെറ്റർ ആക്കാനും എന്താണ് സജസ്റ്റ് ചെയ്യാറ്? അത് അങ്ങനെ ഒരുപാട് പേര് വരുന്നുണ്ട്. ഐ മീൻ നിങ്ങളൊരു 3 to 4 months ഒക്കെ വെയിറ്റ് ട്രെയിനിങ് ചെയ്യുമ്പോൾ തന്നെ പോസ്റ്റർ അവരുടെ ബെറ്റർ ആകുന്നുണ്ട്. അത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒന്ന് നിങ്ങൾ കണ്ടിന്യൂസ് ഒരു പോയിന്റിൽ ഇപ്പോൾ ഇങ്ങനെ ലാപ്ടോപ്പിൻ്റെ ഫ്രണ്ടിൽ ഇങ്ങനെ ഇരിക്കുന്നത് കൊണ്ട് അതുകൊണ്ട് വരുന്ന പ്രോബ്ലം. സെക്കൻഡ് തിങ് എന്ന് പറയുന്നത് ഈ പറയുന്ന മസിൽ സ്ട്രെങ്ത് ഇല്ലാത്തതാണ്. സോ നമ്മൾ അവരെ വേറെ പ്രത്യേകിച്ച് പർട്ടിക്കുലർലി ആ പോസ്റ്റർ ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടി വേറെ ഒന്നും ചെയ്യുന്നില്ല. എല്ലാ മസിൽസിനും ഈക്വൽ പ്രയോറിറ്റി കൊടുത്ത് നമ്മൾ ട്രെയിനിങ് ചെയ്യിപ്പിക്കും. ബാക്ക് മസിൽസ്, ചെസ്റ്റ് മസിൽസ്, ഷോൾഡർ മസിൽസ്, എല്ലാ മസിൽസിനും ഈക്വൽ പ്രയോറിറ്റി. ആൻഡ് ഒരു 3 to 4 weeks അല്ലെങ്കിൽ മാക്സിമം ഒരു 3 to 4 months ഒക്കെ കഴിയുമ്പോഴത്തേനും യെസ് ഓട്ടോമാറ്റിക്കലി അത് ഇതാകും. കാരണം മസിൽസ് ബിൽഡ് ആകുന്നതോടൊന്നും ആ ബോണിൻ്റെ സ്ട്രക്ചർ വീണ്ടും ഒന്നോടെ ഒന്ന് ചേഞ്ച് ആയി അവർ കുറച്ചുകൂടെ ബെറ്റർ ആകുന്നുണ്ട്. ഞാൻ ഈ പറഞ്ഞോട്ട് ഈക്വലി എന്ന് പറഞ്ഞപ്പോഴാണ് ശ്രദ്ധിച്ചത്, മിക്ക ആളുകളും ചില മസിൽസ് മാത്രം ഓവർ ട്രെയിൻ ചെയ്യും. ചില മസിൽസിനെ പറ്റി അവർ കേട്ടിട്ടേ പോലും ആലോചിച്ചിട്ടേ പോലും ഉണ്ടാവില്ലായിരിക്കും. ചില കാഫ്സ്, അങ്ങനെ ഗ്ലൂട്ടിയസ്, ഗ്ലൂട്ട്സ് ഒക്കെ നമ്മൾ വർക്കൗട്ട് പ്ലാനിൽ ഗ്ലൂട്ട്സ് ഒക്കെ പറയുമ്പോൾ ഇതൊക്കെ എനിക്ക് ആവശ്യമുണ്ട്, പെണ്ണുങ്ങൾക്ക് പോലെ ഗ്ലൂട്ട്സ് എന്തിനാ ഞാൻ ചെയ്യുന്നത് എന്നുള്ളൊരു ഇത്. ഓക്കെ, അപ്പോൾ അതൊരു ഇത്. പിന്നെ ഈ പറഞ്ഞോട്ട് ആപ്സിന് ഓവർ ട്രെയിൻ ചെയ്യാം, അതൊരു ഒരു 1 hour ജിമ്മിൽ സ്പെൻഡ് ചെയ്താൽ അതിൽ 30 minutes ആപ്സിനാണ് സ്പെൻഡ് ചെയ്യുന്നത്. എനിക്ക് ഡെയിലി ആപ്സിന് കൊടുത്താൽ വെരി ഹാപ്പിയാണ്. അവിടെ ഒന്ന് ബേണായി ഒരു ഫീൽ ആയി കഴിഞ്ഞാൽ ഓക്കെ ദേ ആർ ഫൈൻ. ബട്ട് അവിടുത്തെ ഫാറ്റ് പോകുന്നുണ്ടോ വേറെ കാര്യം. സോ ഇതാണ് നമ്മൾ ചെയ്യുന്നത്. എല്ലാവർക്കും തന്നെ വെയിറ്റ് ട്രെയിനിങ് ആണ് കൊടുക്കുന്നത്. മേ ബി ഡിപ്പെൻസ് അവരുടെ ടൈമിനനുസരിച്ച്. ഇവർക്ക് എല്ലാ ദിവസവും വരാൻ പറ്റത്തില്ലായിരിക്കും. മെജോറിറ്റി ഓഫ് ദി ആൾക്കാരും ബിസിയാണ്. അവർ വീക്ക്ലി 3 days ഒക്കെയാണ് വരുന്നത്. ബട്ട് ആ 3 days ചെയ്താൽ പോലും നല്ല റിസൾട്ട് കിട്ടുന്നുണ്ട് ഒബ്വിയസ്ലി. ഇനി ഈ പ്രോബ്ലം എന്താണെന്നറിയോ, ഇപ്പോൾ നമ്മൾ ഈ പോസ്റ്റർ മാറിപ്പോയി എന്ന് വരുന്ന ആൾക്കാരില്ലേ, ഈ പ്രോബ്ലം ഇവർ മനസ്സിലാക്കി ഇവർ ചേഞ്ച് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ പിന്നീട് വരുന്നതാണ്. ആ ഒരു പോസ്റ്റർ കുറച്ച് ചേഞ്ച് ചെയ്ത് കഴിയുമ്പോൾ പിന്നീട് വരുന്നതാണ് ഈ പെയിൻസ് സ്റ്റാർട്ട് ചെയ്യും, എക്സ് ആൻഡ് പെയിൻസ്. പിന്നീടാണ് ആ സെർവിക്കൽ സ്പോൺലൈറ്റീസ് ഇങ്ങനത്തെ പ്രോബ്ലംസ്.
അവിടെ സ്റ്റാർട്ട് ചെയ്യും. ലേഡീസ് ആണെന്നുണ്ടെങ്കിൽ മറ്റേ PCOD PCOS ഇങ്ങനത്തെ പ്രോബ്ലംസ് ഒരുപാടുണ്ട്. അത് സ്ലീപ്പ് സൈക്കിൾ മോശമായതുകൊണ്ടും ഫുഡ് ഹാബിറ്റ്സും പിന്നെ ഇവരുടെ സ്ട്രെസ് ലെവലൊക്കെ എല്ലാം കൂടി വരുമ്പോൾ ബോഡി ഫാറ്റ് പെർസെൻറ്റേജ് ആവുമ്പോഴും ഭയങ്കര ഒരു ഇതാണ്. ഒരു പഴയ ടൈം അല്ല, ടൈം മാറി. ആൾക്കാർ അത് മനസ്സിലാക്കണം. ടൈം മാറി. പണ്ടെന്ന് വെച്ചാൽ നമ്മൾ എങ്ങനെയെങ്കിലും ഫിസിക്കലി എന്തെങ്കിലും ഒരു ഫിസിക്കൽ ആക്ടിവിറ്റി ഉണ്ട്, മൂവ്മെന്റ്സ് ഉണ്ട്. അറ്റ്ലീസ്റ്റ് നമ്മൾ ഇറങ്ങി നടക്കും കുറച്ച്. ഇപ്പോൾ ട്രാൻസ്പോർട്ടേഷൻ അവൈലബിലിറ്റി കൂടിയപ്പോഴാണെങ്കിലും ഓഫീസിൽ ഇറങ്ങാൻ ഒരു ബൈക്കില്ലാത്ത ആരെങ്കിലും ഉണ്ടോ? അല്ലെങ്കിൽ ഒരു കിലോമീറ്റർ അകലെയുള്ള കടയിൽ ആരെങ്കിലും നടന്നു പോകുമോ? ഇല്ല. ഇന്നിപ്പോൾ നടന്നു പോകുന്നത് ആ കൂടി ഇപ്പോൾ നമ്മുടെ ഇവിടെ വർക്കിന് വരുന്ന ബംഗാളീസ് ആയിട്ടുള്ള ആൾക്കാർ മാത്രമേ ഉള്ളൂ. വേറെ ആരും തന്നെ നടക്കത്തില്ല. സോ അപ്പോൾ അതിനുവേണ്ടി അതുകൊണ്ട് തന്നെയാണ് പർട്ടിക്കുലർലി നിങ്ങളൊരു കുറച്ച് ടൈം നിങ്ങൾ വർക്കൗട്ടിന് മാറ്റി വയ്ക്കുക എന്ന് പറയുന്നത്. സപ്പോസ് എല്ലാവർക്കും ഈ പറഞ്ഞോട്ട് ജിമ്മിൽ പോകാൻ പറ്റിയെന്ന് വരില്ല. അതായത് ജിം ആക്സസ് ചിലപ്പോൾ ടൈം ഇഷ്യൂസ്, കാരണം വെച്ചാൽ നമ്മുടെ കേരളത്തിൽ പോയി ചെയ്യണം 24 hours ജിമ്മൊക്കെ വളരെ കുറവാണ്. സൺഡേ മിക്ക ജിമ്മും ക്ലോസ്ഡ് ആണ്, ഓക്കെ, ലിമിറ്റഡ് ആണ്. അപ്പോൾ അവർക്ക് ചില സമയത്ത് വീട്ടിലായിരിക്കും വർക്കൗട്ട് ചെയ്യാൻ പറ്റും. ഓക്കെ, ഫീമെയിൽസിലാണെങ്കിൽ മെയിൽസിലാണെങ്കിൽ നമുക്ക് ഓൺലൈൻ ട്രെയിനിങ് ചെയ്യുമ്പോൾ അറിയാലോ, കുറേ പേർക്ക് ഹോം വർക്കൗട്ട് ആയിരിക്കും പ്രിഫർ ചെയ്യാം. അപ്പോൾ ഹോം വർക്കൗട്ട് ചെയ്യാൻ ബേസിക് എന്തൊക്കെ എക്യുപ്മെന്റ്സ് ആണ് പ്രിഫർ ചെയ്യുക? ഹോം വർക്കൗട്ട്സ് ഒരാൾക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ ഇപ്പോൾ ആദ്യമേ പറഞ്ഞാൽ ഒന്നുമില്ലെങ്കിൽ അയാൾക്ക് ചെയ്യാം. ഓൺ ബോഡി വെയിറ്റ് കുറേ മൂവ്മെന്റ്സ് നിങ്ങൾക്ക് ചെയ്യാം. കാലിസ്തനിക്സ് നിങ്ങൾക്ക് ചെയ്യാം. ദെൻ നിങ്ങൾക്ക് റെസിസ്റ്റൻസ് ട്യൂബ് യൂസ് ചെയ്യാം. പെയർ ഓഫ് ഡംബൽസ് മേ ബി 2 kg 3 kg അങ്ങനെ ലൈറ്റ് പെയർ ഓഫ് ഡംബൽസ് യൂസ് ചെയ്യാം. TRX ബാൻഡ് പോലെയുള്ള സാധനങ്ങൾ യൂസ് ചെയ്യാം. അങ്ങനെ ഓപ്ഷൻസ് ഉണ്ട്, ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. സോ ഇതെല്ലാം കൂടി മിക്സ് ചെയ്തിട്ട് നിങ്ങൾ ചെയ്ത് കഴിയുമ്പോൾ യെസ്, അപ്പോൾ ഈ പറഞ്ഞിട്ട് ത്രൂ ഔട്ട് ദ ബോഡി എല്ലാ മസിൽസിനും കിട്ടുന്നുണ്ടെന്ന് ഉറപ്പാക്കണം. കിട്ടുന്നുണ്ടെന്ന് ഉറപ്പാക്കണം. ഇപ്പൊ ബോഡി വെയിറ്റ് വെച്ച് ചെയ്യുമ്പോഴുള്ള പ്രോബ്ലം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പുഷപ്പ് മാത്രം ചെയ്യാം, ബട്ട് ഫോർ ദ ബാക്ക് മസിൽസ് നിങ്ങൾക്ക് അവിടെ വേറെ ഓപ്ഷൻ ഇല്ല. പുള്ളിങ് വർക്കൗട്ട്സിലാണ്. അപ്പോഴാണ് നിങ്ങൾക്ക് ഒരു TRS ബാൻഡോ അല്ലെങ്കിൽ റെസിസ്റ്റന്റ് ട്യൂബോ എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ അവിടെ യൂസ് ചെയ്യാൻ പറ്റുന്നത്. അതുകൊണ്ട് സോ ജിമ്മിൽ പോവാൻ നിങ്ങൾക്ക് തീരെ ഒരു ആക്സസിബിലിറ്റി ഇല്ല എന്നുണ്ടെങ്കിൽ യെസ്, സംതിങ് ഓക്കെ. അപ്പോൾ അതങ്ങനെ. പിന്നെ വേറെ ഏതാണ് ഒരു ഈ പറഞ്ഞ, പിന്നെ പല ആൾക്കാർക്കും എൻ്റെ അടുത്ത് വന്ന് ചോദിക്കുന്നത് ഈ ഫിറ്റ്നസ് എന്ന് പറയുന്നത്, ഞാൻ പല ഈ ഓൺലൈനൊക്കെ വീഡിയോസ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാമിൽ വീഡിയോസ് ഇടുമ്പോൾ ഞാൻ എപ്പോഴും പറയും നിങ്ങളുടെ പ്രൈം ഗോൾ ഷുഡ് ബി ഇൻ ബിൽഡിംഗ് മസിൽസ്. പല ആൾക്കാരും വന്ന് തർക്കിക്കാറുണ്ട്. എല്ലാവരുടെയും ഗോള് മസിൽ ബിൽഡിംഗ് അല്ല, പലർക്കും പല ഗോളാണ്. അതായത് ഫിറ്റ്നസ് ആയിരിക്കും ചിലരുടെ ഗോള്, ചിലരുടെ ഗോള് റീഹാബ് ആയിരിക്കും, ചിലരുടെ ഗോള് എന്താ പറയുന്നത് മേ ബി അവർക്കൊരു മെൻ്റൽ ഒരു ഫീൽ ഗുഡ് ഫാക്ടർ ആയിരിക്കും. അതുകൊണ്ട് എല്ലാവരും നിങ്ങളെപ്പോലെ വെയിറ്റ് ട്രെയിനിങ് ചെയ്യാൻ വരുന്നവരല്ലെന്ന് പറയും. അതിനെക്കുറിച്ച് എന്തെങ്കിലും സജഷൻസ് ഉണ്ടോ? ഡെഫിനറ്റ്ലി. അതായത് നമ്മൾ ഈ പറഞ്ഞ തൊട്ട് ഫിറ്റ്നസ് എന്ന് പറഞ്ഞാൽ നമുക്ക് ചൂസ് ചെയ്യാൻ പറ്റില്ല. നമുക്ക് ബോഡിക്ക് എന്താണ് വേണ്ടത് നമ്മൾ കൊടുത്തിരിക്കണം. അത് ഈ പറഞ്ഞ തൊട്ട് കാർഡിയോ ഹെൽത്ത് ആണെങ്കിൽ ആ ഹെൽത്ത് കുറവാണെങ്കിൽ അതിന് ഓവർകം ചെയ്യണം. നിങ്ങൾക്ക് മസിൽ മാസ് ഡീജനറേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന സാധനമാണ്, അത് പ്രിസർവ് ചെയ്യാനുള്ള നമ്മൾ കൊടുത്തുകൊണ്ടിരിക്കണം. അപ്പോൾ അതിന് സഫിഷ്യൻ്റ് ആയിട്ടുള്ള ഫ്യൂലായ പ്രോട്ടീൻ കൊടുത്തുകൊണ്ടിരിക്കണം. നിങ്ങൾക്ക് ബോഡി ഫാറ്റ് പെർസെൻറ്റേജ് ഹയർ ആണെങ്കിൽ അതിന് കലോറി ഡെഫിസിറ്റ് ചെയ്തുകൊണ്ടിരിക്കണം. അപ്പോൾ നെസസിറ്റി എന്താണെന്നുള്ളത് അതിനനുസരിച്ച് നമ്മൾ കൊടുക്കണം. അല്ലാണ്ട് നമ്മുടെ ആഗ്രഹത്തിനനുസരിച്ച് കാബ്സിന്ന് പ്രോട്ടീൻ്റെ ഗുണം കിട്ടണമെന്ന് പറഞ്ഞാൽ നടക്കൂല. ഇപ്പം ഞാൻ ഇതിൽ ഇപ്പം ഞാൻ ചോദിച്ചില്ലേ, ഇപ്പം ഈ വെയിറ്റ് ട്രെയിനിങ് ഇതും ഇപ്പം ഞാൻ പലരും പറഞ്ഞു. ഇപ്പോൾ ചില ആൾക്കാർ പലരും വരുന്നത് ഫിറ്റ്നസ്സിന് വേണ്ടിയിട്ടാണ്, ചില ആൾക്കാർ വരുന്നത് ഈ പറയുന്ന സ്ട്രെങ്തനിങ് അല്ലെങ്കിൽ റിഹാബിന് വേണ്ടിയിട്ടാണ്, വേറെ കുറേ പേര് വരുന്നത് മെൻ്റൽ ഫീലിംഗ് ആണ്. ഓക്കെ ഫൈൻ, വാട്ട് എവർ ഇറ്റ് ഈസ്, അൾട്ടിമേറ്റ്ലി നമ്മൾ ഇതിൻ്റെ അകത്തേക്ക് കയറി നോക്കുകയാണെന്നുണ്ടെങ്കിൽ വെയിറ്റ് ട്രെയിനിങ്, മസിൽ ബിൽഡിങ്. എന്താണ് റീഹാബ് എന്ന് പറയുന്നത്? സ്ട്രെങ്തനിങ് ദ മസിൽസ്. എന്താണ് സ്ട്രെങ്തനിങ് ദ മസിൽസ് എന്ന് പറയുന്നത്? റെസിസ്റ്റൻസ് ട്രെയിനിങ്. നൗ പോസ്റ്റർ കറക്ഷൻ. എന്താണ് പോസ്റ്റർ കറക്ഷൻ? സ്ട്രെങ്തനിങ് ദ മസിൽസ്. ഫീൽ ഗുഡ് ഫാക്ടർ. എന്താണ് ഫീൽ ഗുഡ് ഫാക്ടർ? നിങ്ങളുടെ ബോഡി ടോൺ ആവുമ്പോൾ, മസിൽ ബിൽഡ് ചെയ്യുമ്പോൾ ഓക്കെ യു ഹാവ് എ ഗുഡ് ഫീലിംഗ്. ആ മിററിൽ നമ്മുടെ ഒരു ബെറ്റർ ഫിസിക് കാണുമ്പോൾ. അതെ, ഇതെല്ലാം കൂടി ചേരുന്നതല്ലേ ഫിറ്റ്നസ് എന്ന് പറയുന്നത്. സോ ദ കോർ ഈസ് വെയിറ്റ് ട്രെയിനിങ്. ബട്ട് ചില ആളുകളുണ്ടല്ലോ ഇതൊക്കെ നമ്മൾ പറയുമ്പോൾ ഭയങ്കര ഒഫൻഡ് ആവും. ഒഫൻഡ് ആവുന്ന ആൾക്കാരുണ്ട്. പർട്ടിക്കുലർ ട്രെയിനേഴ്സ് ഒഫൻഡ് ആവുന്ന കാണുമ്പോഴാണ് നമുക്ക് സങ്കടം തോന്നുന്നത്.
ഇയാൾ എന്തുകൊണ്ടാണ് ഇങ്ങനെ പറയുന്നത്? പല ട്രെയിനേഴ്സും വന്നിട്ടുണ്ടോ ഓരോ ആൾക്കാർക്കാരും ഗോൾ. നോ, എവ്രി വൺസ് ഗോൾ ഈസ് സെയിം, ടു ബി എ ബെറ്റർ വേർഷൻ, എക്സാക്ട്ലി, ടു ഇൻക്രീസ് യുവർ മസിൽ സ്ട്രെങ്ത്. നൗ ദ വെയിറ്റ് ലോസ് ഇതെല്ലാം വേണം വേണ്ടെന്നല്ല. ഈ മസിൽ മാസ് നിങ്ങൾക്ക് ബിൽഡാക്കാൻ, സ്ട്രെങ്ത് ബിൽഡാക്കാൻ പറ്റിയാൽ ദെൻ അഡീഷണൽ ആയിട്ട് നിങ്ങൾക്ക് കുറച്ചുകൂടെ എക്സ്ട്രാ ആയിട്ട് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ് ഈ വെയിറ്റ് ലോസും ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം അതിലൂടെ. ഇത് മെയിൽ ക്ലയൻസിന് കുറേ കൂടി മനസ്സിലാവും. ബട്ട് ഫീമെയിൽ ക്ലയൻസിന് വെയിറ്റ് ട്രെയിനിങ് അല്ലെങ്കിൽ റെസിസ്റ്റൻസ് ട്രെയിനിങ് എന്ന് പറഞ്ഞാൽ ഭയങ്കര പേടി പോലെ അങ്ങോട്ട് ഇപ്പൊ തന്നെ വന്ന ആണുങ്ങളെ പോലെ ആയി പോകുന്നതാണ്. അതിൽ അവര് ജെന്യുവിൻ ഡൗട്ടാണ്. കാരണം വെച്ചാൽ അവർക്ക് കാരണം വെച്ചാല് ഈ പറഞ്ഞ ഞാൻ ഫസ്റ്റ് പറഞ്ഞോണ്ട് നമ്മളെല്ലാ ജിമ്മുകളിലെ പുറത്തും ഫീമെയിൽ ആണെങ്കിലും ഈ പറഞ്ഞോട്ട് ഭയങ്കര അവരുടെ ഫോട്ടോസാണ് വെച്ചിരിക്കുന്നത്. അത് ഈ പറഞ്ഞോട്ട് നമ്മൾ ഒരു 5-6 മാസം അല്ലെങ്കിൽ ഒരു 3-4-5 വർഷം വർക്കൗട്ട് ചെയ്താൽ, നാച്ചുറലി വർക്കൗട്ട് ചെയ്താൽ പോലും എത്രത്തോളം മസിൽസ് ഉണ്ടാവും നമുക്കറിയാം. നാച്ചുറലി ഇപ്പോൾ ഒരു ലേഡീസിന് ഇത് പറഞ്ഞതുകൊണ്ട് പറയാം, ഇപ്പോൾ ഒരു മെയില് ഒരു 6 years വർക്കൗട്ട് ചെയ്തു നാച്ചുറലി, ഐ മീൻ ഓക്കെ, മിനിമൽ പ്രോട്ടീൻ അയാൾ കൊടുക്കുന്നത് 1 gram per kilogram, 6 years അയാൾ വർക്കൗട്ട് ചെയ്തു. ഒരു ലേഡി അവർ മിനിമൽ പ്രോട്ടീൻ കൊടുക്കുന്നത് മേ ബി 0.6, 0.8, ഓക്കെ ലെറ്റ്സ് സേ 1 gram per kilogram. ഈ മെയില് ബിൽഡ് ചെയ്യുന്നതിൻ്റെ 10% മസിൽ പോലും ആ ഫീമെയിലിന് ബിൽഡ് ചെയ്യാൻ പറ്റത്തില്ല, ബിക്കോസ് ഓഫ് ദിസ് ഹോർമോൺ ഡിഫറൻസ്. സോ അത് മനസ്സിലാക്കിയാൽ തന്നെ അവർക്ക് ആ ഡിഫറൻസ് മനസ്സിലാകും. അതറിഞ്ഞാൽ തന്നെ അവർക്ക് ആ ഒരു കോൺഫിഡൻസ് കിട്ടും. അവിടെയാണ് ഇമ്പോർട്ടൻസ്. ബട്ട് ഈ ലേഡീസിന് അവരുടെ സ്ട്രെങ്ത് ഇവിടെ ആയിരുന്നെങ്കിൽ ഡെഫിനറ്റ്ലി അവരുടെ സ്ട്രെങ്ത് ഇവിടെ ആക്കാൻ പറ്റും. എക്സാക്ട്ലി, എല്ലാവർക്കും ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റും. കാരണം വെച്ചാൽ ഞാൻ എൻ്റെ ക്ലയൻസിലൊരു മേജർ പോർഷൻ ഫീമെയിൽ ക്ലയൻസ് ആണ്. കാരണം വെച്ചാൽ ഓൺലൈൻ ട്രെയിനിങ് ആണല്ലോ. അപ്പോൾ അവർക്ക് ഈ പറഞ്ഞോട്ട് ഇറഗുലർ പീരിയഡ്സ്, PCOD, ഈ പറഞ്ഞോട്ട് ഹോർമോൺ ഇഷ്യൂസ്, അതൊക്കെ വരുന്നതിന് അവർ ഇത്രയും നാളെല്ലാം ചെയ്തിട്ടുണ്ട്. ഈ പറഞ്ഞിട്ട് യോഗ, സൂംബയാണ് ഇപ്പോഴത്തെ ഒരു ട്രെൻഡ്. സൂംബ, പിന്നെ കാർഡിയോ, അങ്ങനെ പലതും ചെയ്തിട്ടുണ്ട്. ബട്ട് ആ ഒരു സ്ട്രെങ്ത് ട്രെയിനിങ് കിട്ടുമ്പോഴാണ് അവർക്ക് എൻറ്റയർലി ഡിഫറൻസ് വരുന്നത്. വെയിറ്റ് ട്രെയിനിങ് ചെയ്യും, വെയിറ്റ് ട്രെയിനിങ് ഓർ സം സോർട്ട് ഓഫ് റെസിസ്റ്റൻസ് ട്രെയിനിങ്. സോ നിങ്ങൾക്കെല്ലാം ചെയ്യാം, എന്തും ചെയ്തോ, ബട്ട് ഒരു സൈഡിൽ കുറച്ച് വെയിറ്റ് ട്രെയിനിങ്, അതാണ്.